രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2 ബലാത്സംഗ കേസുകൾ അന്വേഷിക്കാൻ ഒറ്റ സംഘം. 2 കേസുകളും SP ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചിരുന്ന ആദ്യ കേസും SP പൂങ്കുഴലിക്ക് കൈമാറി. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ച പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയെന്നാണ് ആദ്യ കേസ്. ഈ കേസാണ് പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് കൊല്ലം DYSP സാനിക്കാണ് അന്വേഷണ ചുമതല. കേരളത്തിന് പുറത്തുള്ള 23-കാരിയെ പീഡിപ്പിച്ച കേസ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSPയും അന്വേഷിക്കും. 2 കേസുകളും ഒരു SP-യുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. അതേസമയം ബലാത്സംഗ കേസുകൾക്ക് പിന്നാലെ പാർട്ടി പുറത്താക്കിയെങ്കിലും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മണ്ഡലത്തിൽ തന്നെ തുടരാനാണ് രാഹുലിന്റെ തീരുമാനം. കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ രാഹുലിനൊപ്പം പോയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച നടപടി സ്വീകരിക്കുമെന്നും രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇക്ബാൽ KSUവിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നുവെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ അസോസിയേഷൻ നിർദ്ദേശം നൽകി. മാധ്യമങ്ങളും പോലീസും ഉൾപ്പെടെ നിരന്തരം എത്തുന്നതുകൊണ്ട് സ്വകാര്യതാ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് കാണിച്ചാണ് ഈ മാസം 25-നകം ഒഴിയണമെന്ന് നിർദ്ദേശം നൽകിയത്. ഫ്ളാറ്റ് ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട്.